ഹലോ, വെൽക്കം ടു ANM വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗ് കണ്ടാലോ? ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ റിയാദിലെ 5.75 ആമസോൺ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ്. ഇങ്ങനെയുള്ള ചെറിയ ഔട്ടിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വണ്ടി കയറി യാത്ര തുടങ്ങിയാൽ പിന്നെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ തന്നെ ഇവിടെ ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വരും. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ചെറിയൊരു ലോകവുമായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരാൾ ജോലിക്ക് പോകുന്നു, ഒരാൾ വീട്ടിലേക്ക് മടങ്ങുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു, ഒരാൾ ഒരുപാട് സ്വപ്നങ്ങളുമായി യാത്ര ചെയ്യുന്നു. പുറത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒരേ നഗരത്തിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റോറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, മറ്റുള്ളവരുടെ ജീവിതം നോക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ്. കാരണം നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. സോഷ്യൽ മീഡിയയിലും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ കാണും, ഒരു നല്ല ട്രിപ്പ് കാണും, ഒരു നല്ല ഹൗസ് കാണും, ഒരു സക്സസ് സ്റ്റോറി കാണും. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള സ്ട്രഗിൾസ് എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് മറ്റൊരാളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടും ഞങ്ങൾ ഷോപ്പിംഗ് പ്ലേസിലെത്തി. ഇതാണ് ഇവിടുത്തെ 5.75 ആമസോൺ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഇവിടെ എത്തിയാൽ ഓരോന്ന് കാണുമ്പോഴും വാങ്ങാൻ തോന്നും. ഇതും യൂസ്ഫുൾ ആണല്ലോ എന്നല്ലേ ഓർക്കും. ഇവിടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും സ്റ്റേഷനറി ഐറ്റംസും അങ്ങനെ ഒരുപാട്. പിന്നെ കിച്ചൺ ഐറ്റംസ്, ഗ്ലാസ് വെയേഴ്സ്, കപ്സ്, മഗ്സ് തുടങ്ങി എവറിഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ ലഭിക്കുന്ന ഒരു വെറൈറ്റി സ്റ്റോറാണിത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ പല സാധനങ്ങളും ഒരുമിച്ച് നോക്കി വാങ്ങാൻ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോഴ്സ് വളരെ കൺവീനിയൻ്റ് ആണ്. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാലേ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇന്നത്തെ ഈ വ്ളോഗിലൂടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല കാലം വരുമ്പോൾ സന്തോഷിക്കാം എന്ന് കരുതി കാത്തിരിക്കാതെ ഇപ്പോൾ നമ്മുടെ ലൈഫുള്ള നല്ല നിമിഷങ്ങൾ കൂടി നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കണം. കാരണം നമ്മൾ കാത്തിരിക്കുന്ന നല്ല കാലം എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മുടെ കയ്യിലുണ്ട്, അത് കഴിയുന്നത്ര മനോഹരമാക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഷോർട്ട് മൊമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.